ഹായ് ഹലോ, എല്ലാവർക്കും നമ്മുടെ ലൈവിലോട്ട് സ്വാഗതം സ്വാഗതം സ്വാഗതം. ഇപ്പം നമ്മൾ ഇൻട്രോ എടുക്കുന്നതൊക്കെ നമ്മളെ കിച്ചണിൽ നിന്നിട്ട് തന്നെയാണ് കേട്ടോ. അപ്പൊ ഇവിടെ നല്ല മഴ പെയ്യുന്നുണ്ട് സുഹൃത്തുക്കളെ, മഴ പെയ്യുന്നുണ്ട്. രാത്രി മണി 9:30 ആകാൻ പോകുന്നുണ്ട്. ആ സമയത്താണ് ചേച്ചി കിച്ചണിലോട്ട് കയറിയിട്ടുള്ളത്. അപ്പൊ കിച്ചണിലോട്ട് കയറിയപ്പോൾ ഒന്ന് വീഡിയോ എടുക്കാന്ന് കരുതി നമുക്കിപ്പോൾ അതെ. പിന്നെ രാത്രി ഫുഡ് ഉണ്ടാക്കണം, ഫുഡ് ഉണ്ടാക്കി കഴിച്ചിട്ട് ലൈവ് പോകണം. 10 മണിക്ക് പോകാമെന്ന് നമ്മളെ കൂട്ടുകാരോട് പറഞ്ഞിട്ടുണ്ട്. 10 മണിക്ക് പോകാൻ പറ്റൂല്ലേന്ന് അറിഞ്ഞൂടാ കേട്ടോ. ചേച്ചിക്ക് തിരക്ക് പിടിച്ച ജോലിയാണ്. നമ്മളെ കൂട്ടുകാരെ ലൈവിലൊന്നും കയറാൻ നമുക്ക് സമയമില്ല കേട്ടോ. നമ്മൾ ഉള്ള സമയത്ത് നമ്മൾ ലൈവ് വരുന്നുണ്ട്. നമ്മളെ ലൈവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ വീട്ടിലെ ജോലികൾ ചെയ്യുന്നുണ്ട്. അപ്പം നമ്മുടെ ഈ വീഡിയോ കാണുന്ന കൂട്ടുകാരൊക്കെ നിങ്ങളെ ലൈവിൽ വന്നില്ലെന്ന് പറഞ്ഞ് ആര് വിഷമോന്ന് വിചാരിക്കില്ല കേട്ടോ. നിങ്ങളുടെ ലൈവിലൊക്കെ കയറി നമുക്ക് ഒരിക്കലും സമയം ഇല്ലാത്തത് കൊണ്ടാണ് കേട്ടോ. നിങ്ങൾ ഇഷ്ടമുണ്ടെങ്കിൽ നമ്മുടെ ലൈവിൽ വന്നാൽ കേട്ടോ. നിങ്ങളുടെ ലൈവിൽ വന്നില്ലെന്നും പറഞ്ഞ് നമ്മുടെ ലൈവിൽ വരാതിരിക്കരുത്. പറ്റിയില്ലെങ്കിൽ വരണ്ട കേട്ടോ. എന്ന് വെച്ചാൽ നമ്മളെ പോലെയാണല്ലോ നിങ്ങളും നമ്മളെ പോലെയാണല്ലോ. നിങ്ങൾക്കും തിരക്കും ജോലിയൊക്കെ ഉള്ളവരാണല്ലോ. അപ്പൊ നമ്മളെപ്പോലെ തന്നെയാണ് നിങ്ങളും. അപ്പൊ നമുക്ക് പരസ്പരം കുറ്റം പറയേണ്ട കാര്യമില്ല. അപ്പൊ ഞാൻ മൊത്തം നിങ്ങളെപ്പോലെയല്ല. ഞാൻ മൊത്തം കിട്ടുന്ന സമയം ഓടെയാണ് ലൈവില്. എനിക്ക് ഇച്ചിരി സമയം കിട്ടിയാൽ ഞാൻ ഓടെയാണ് ലൈവില്. അപ്പൊ ഞാനിത് രാത്രി പുട്ടുണ്ടാക്കാൻ വേണ്ടി മാവ് നനച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ എന്തെങ്കിലും കറി ഉണ്ടാക്കണം. കറി ഉണ്ടാക്കിയിട്ട് ലൈവ് പോകണം. പടയെന്ന് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ട് നിങ്ങളെ മുന്നിൽ എനിക്ക് എത്തേണ്ടതാണ്. അപ്പൊ ഞാൻ പുട്ടുണ്ടാക്കാം. കണ്ടൊന്ന് കഥ പറയാനുള്ള സമയം പോലും എനിക്കില്ല. എന്ന് വെച്ചാൽ ഞാൻ 10 മണിക്ക് ലൈവ് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിനു മുമ്പ് എനിക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം, കഴിക്കണം, നിങ്ങളെ മുന്നിൽ എത്തണം. അപ്പൊ ഞാൻ പുട്ടും ഉണ്ടാക്കി മുട്ടക്കറി വെക്കാന്ന് വിചാരിച്ച്. മുട്ടക്കറി ഇന്ന് വെച്ചാൽ നാളത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനും എടുക്കാം. അപ്പൊ ഇന്ന് മുട്ടക്കറി വെച്ചാൽ ഇന്നും എടുക്കാം, നാളെയും എടുക്കാം. അപ്പൊ ഞാൻ എൻ്റെ ജോലികൾ തുടരട്ടെ. അപ്പൊ എല്ലാവരും നമ്മളെ വീഡിയോസ് കാണണം കേട്ടോ. മഴ പെയ്യേനെ. മഴയുടെ സൗണ്ടിൽ കേൾക്കാൻ പറ്റുമോ ഇല്ലെന്നൊന്നും അറിഞ്ഞൂടാ. ഞാൻ പറയണത് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല കേട്ടോ. എന്തായാലും ഒരു കുഞ്ഞു വീഡിയോ എടുക്കാമെന്നും പറയും. ഇന്ന് വീഡിയോ ഇടാൻ പറ്റില്ല കേട്ടോ. ഈ വീഡിയോ ഞാൻ നാളെ ഇടാം. ഇന്നിപ്പോൾ ഈ വീഡിയോ ഇടാൻ പറ്റത്തില്ല. ഞാൻ ആകെ ധൃതി. 10 മണിക്ക് എനിക്ക് ലൈവ് പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല കേട്ടോ. ഞാനിത് കറി വെച്ച് കഴിക്കുന്നത് അവിടെ ചെന്നിരുന്നെങ്കിലും കഴിക്കാം. ലൈവ് പോയെങ്കിലും കഴിക്കാം. നമുക്ക് അങ്ങനെ ആരെയും മുന്നിൽ കൊണ്ടുവച്ച് ആഹാരം കഴിക്കുന്നതിന് മടിയൊന്നുമില്ല സുഹൃത്തുക്കളെ. എല്ലാവരും ഫുഡ് കഴിക്കുന്നവരാണല്ലോ. നമുക്ക് മടിയൊന്നുമില്ല. നമ്മളെ പറയുന്നവർ പറയട്ടെ. അപ്പൊ നിങ്ങളെല്ലാവരും ഫുഡ് കഴിഞ്ഞോ? നിങ്ങളെ ഫുഡടിയൊക്കെ കഴിഞ്ഞോ? മണി 9:30 ആവാൻ പോണു. ദോശമാവ് വാങ്ങാൻ പോയപ്പോൾ ദോശമാവില്ല. ഞാൻ പിന്നെ പുട്ടിന്റെ പൊടി ഞാൻ വിചാരിച്ച് ദോശ ഉണ്ടാക്കി ചമ്മന്തിക്കറി, തേങ്ങ അരച്ചൊരു ചമ്മന്തിക്കറി വെക്കാന്ന് വിചാരിച്ചു. അപ്പോഴത്തേക്ക് അവിടെ ചെന്നപ്പോൾ ദോശമാവ് തീർന്നു. നേരത്തെ പോയിരുന്നെങ്കിൽ കിട്ടുമായിരുന്നു. പിന്നെ പുട്ടും ചമ്മന്തിക്കറിയും പറ്റൂല. എൻ്റെ മോന് പുട്ടും പഴമൊന്നും പിടിക്കൂല. എൻ്റെ ചേട്ടായിക്കണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. അതാണെങ്കിൽ കഴിക്കും. മോന് പുട്ടും പഴമൊന്നും അവന് പിടിക്കൂല. പിന്നെ ഞാൻ മുട്ടയും വാങ്ങിച്ചുകൊണ്ട് വന്നു. മുട്ടക്കറി വെക്കാന്ന് കരുതി. എപ്പോഴാണോ ഉണ്ട്. എനിക്കാണെങ്കിൽ ഒരു വെപ്രാളവും കയറുന്നുണ്ട് കേട്ടോ. പിന്നെ എന്നാ ഞാനേ ഇത് വീഡിയോ കട്ട് ചെയ്ത് കറിയൊക്കെ ആയതിനു ശേഷം നമുക്ക് എടുക്കാം. അല്ലെങ്കിൽ കഥ പറഞ്ഞ് നിന്നാലുണ്ടല്ലോ ചേച്ചിയുടെ ജോലി നടക്കില്ല. അതുകൊണ്ടാണ്. നിങ്ങൾ ആരും ഒന്ന് വിചാരിക്കില്ല കേട്ടോ. നിങ്ങളൊക്കെ വിചാരിക്കും നമ്മൾ 24 മണിക്കൂർ ലൈവ് വന്നിരിക്കണം. നമുക്ക് വീട്ടിലെ വേലയും കൂലിയൊന്നും ഇല്ല. വേലയും കൂലിയൊക്കെ ഉണ്ട് സുഹൃത്തുക്കളെ. ഈ വേലയും കൂലിയും ഉള്ളതൊക്കെ ഇടയിലാണ് നിങ്ങളെ അടുത്തേക്ക് ഞാൻ ഓടുന്നത്. വീട്ടുകാര്യം നോക്കണം, ജോലിക്ക് പോകണം, മറ്റുള്ള കാര്യങ്ങൾ നോക്കണം. ഇതിനിടയിൽ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളടുത്ത് ലൈവ് വരണം. അങ്ങനെ നമ്മളും തിരക്കും ബിസിയൊക്കെ ഉള്ളവരാണ്. അപ്പം നമ്മളെ ലൈവ് കാണുന്നവർ വിചാരിക്കും ഈ പെണ്ണും പിള്ളക്ക് വേറെ നിങ്ങളോട് നോക്കി കഥ പറയാൻ പോലും സമയമില്ല. വേറെ വേലയും കൂലിയില്ലാണ്ട് എപ്പോഴും ലൈവ് ചെയ്യണം. ഞാനിന്ന് വൈകുന്നേരം ഒരു ബ്ലൗസ് തയ്ക്കി എടുത്തപ്പോഴത്തേക്കും ഒന്ന് ലൈവ് വന്നു. വെറുതെ ലൈവ് പോട്ടെ, അതിൻ്റെ കൂടെ തയ്ക്കാന്ന് കരുതി വന്നു.
അപ്പം നിങ്ങളോട് കഥ പറഞ്ഞ് ഞാൻ സവാള പൊളിച്ചെടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് കഴുകി കട്ട് ചെയ്യണം. അപ്പം ഞാൻ ലൈവ് കട്ട് ചെയ്യാം. ലൈവ് കട്ട് ചെയ്തിട്ട് എല്ലാം റെഡി ആയതിനു ശേഷം കാണിച്ചു തരാം. അപ്പം ഞാൻ മുട്ടക്കറി വെക്കാൻ വേണ്ടിയിട്ട് ഉള്ളിയൊക്കെ വെട്ടി മസാലയൊക്കെ ഇട്ട് അടുപ്പിലാക്കിയിട്ടുണ്ട്. പുട്ട വയ്ക്കാൻ വെച്ചിട്ടുണ്ട്. കാണാമോ എന്തോ? പുട്ട വയ്ക്കാൻ പുട്ടക്കല അടുപ്പി വെച്ചിട്ടുണ്ട്. കട്ടനിട്ട് വെച്ചിട്ടുണ്ട്. ഏതാണ്ട് ഇതൊന്ന് റെഡി ആവണം. പുട്ട് വാരി ഇട്ട് കൊടുക്കാം. പുട്ടിന് മഴ ഭയങ്കര മഴ കേട്ടോ. മഴയാണ് സുഹൃത്തുക്കളെ, മഴയാണ്. അപ്പൊ ഇതൊക്കെയാണ് രാത്രി ജോലി. ഈ വീഡിയോ ഇന്നിടാൻ പറ്റുമെന്ന് തോന്നണില്ല. ഈ വീഡിയോ ഇട്ടാൽ എനിക്ക് സമയത്തില്ല. ഇപ്പൊ തന്നെ 10 മണിയായിട്ടുണ്ട്. ലൈവ് പോകാൻ പറ്റുമെന്ന് തോന്നണില്ല. വീഡിയോ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് ഇടാകുമ്പോഴത്തേക്ക് താമസിക്കും. അപ്പൊ ചേച്ചി ഈ വീഡിയോ നാളെ ഇടാം കേട്ടോ. വാക്കുകളൊന്നും കിട്ടുന്നില്ല സുഹൃത്തുക്കളെ, എന്താ ചെയ്യാനാ? കപ്രാളം കോടി അങ്ങോട്ട് പാച്ചില് ഇങ്ങോട്ട് പാച്ചില്, ലൈവ് ഓട്ടം എല്ലാം കൂടെ. രാത്രി കുളിയും കൂടെ കഴിഞ്ഞ് തലവേദന എടുക്കുന്നുണ്ട്. എൻ്റെ ബോഡി അനുസരിച്ച്, എൻ്റെ രീതി അനുസരിച്ച് രാത്രി എനിക്ക് കുളിക്കാൻ പറ്റൂല. എന്നാലും കുളിച്ചു. അപ്പം ഇതൊക്കെ അവിടെ നിന്ന് റെഡി ആവട്ടെ. പുട്ട് കഴിക്കാൻ സമയത്ത് ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം ഞാൻ വീഡിയോ എടുത്ത് കാണിച്ചു തരാം. അപ്പോൾ എല്ലാവരും നമ്മളെ വീഡിയോ കാണണം, നമ്മളെ സപ്പോർട്ട് ചെയ്യണം. നിങ്ങളാണ് നമ്മുടെ വിജയം കേട്ടോ. മഴയും കൂടെ ഒന്ന് കാണിച്ചു തരാൻ പറ്റുമെന്ന് നോക്കട്ടെ. അപ്പം എല്ലാവർക്കും നല്ലൊരിത്. ഞാനേ റിംഗ് ലൈറ്റ് ഇട്ടില്ല കേട്ടോ. നേരത്തെ റിംഗ് ലൈറ്റ് ഇട്ടാണ് വീഡിയോ എടുത്താൽ. ഇപ്പം റിംഗ് ലൈറ്റ് വായിൽ വാക്കുകൾ കിട്ടുന്നില്ല. എൻ്റെ പള്ളി കിട്ടുന്നില്ല കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും നമ്മളെ വീഡിയോസ് കാണണം. ഞാൻ മഴയും കൂടെ ഒന്ന് കാണിച്ചു തരാം. ഇരുട്ടാണ്. അപ്പുറത്തെ വീട്ടിൽ അനിയൻ ഇരിക്കുന്നു. അവനെ വീഡിയോയിൽ പിടിക്കണ്ട. ആയിട്ടുണ്ട്. കട്ടൻ റെഡി ആയിട്ടുണ്ട്. ഞാൻ കുറച്ച് കുടിക്കാൻ വേണ്ടി ഒഴിച്ച് വെച്ചേക്കുന്നതാ. മുട്ടക്കറിയും റെഡി ആയിട്ടുണ്ട് കേട്ടോ. വെറുതെ പിടിച്ചുള്ള ഒരു ജോലിയാണ് സുഹൃത്തുക്കളെ. കുക്കറിലാണ് വെച്ചത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ കലാപരിപാടികൾ. കണ്ടോ? ഇതൊന്ന് തിളക്കട്ടെ. അപ്പോൾ എല്ലാവരും നമ്മളെ വീഡിയോ കാണണം, നമ്മളെ സപ്പോർട്ട് ചെയ്യണം. എപ്പോഴും പറയുന്നത് പോലെ തന്നെയാണ്. ഈ വീഡിയോ ഇന്നിനി ഇടാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ നാളെ ഇടാമെന്നാണ് പറഞ്ഞത്. നോക്കട്ടെ, ഇന്നിടാൻ അപ്ലോഡ് ചെയ്തിടാൻ പറ്റുകയാണെങ്കിൽ ഇടാം. എന്നിട്ട് ലൈവ് പോകാം. ഉറപ്പ് പറയുന്നില്ല. ഇന്ന് എടുത്തതല്ലേ ഈ വീഡിയോ. മഴ കണ്ട് മാത്രം വെറുതെ ചെയ്തിട്ട് എല്ലാം ഗ്യാസിൻ്റെ ബർത്തൊക്കെ തൊഴിഞ്ഞായി കിടക്കും. അപ്പോൾ ഓക്കെ, ബൈ കേട്ടോ. ലാസ്റ്റ് ഫേസ് ഒന്നും കാണിക്കുന്നില്ല.